യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒരു വാതിൽ പോലും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ചേച്ചി പ്രശ്നം ചേച്ചിയുടെ വീട്ടിൽ ആരുണ്ട്? ചേച്ചി ചേച്ചി വാലുറക്കാൻ ചേച്ചി വാലുറക്ക് എന്തെന്ന് പറയണി? വാലുറക്കാനല്ലേ പറഞ്ഞത്? ചേട്ടാ എവിടെയെങ്കിലും കയറി ഒളിക്കേ. എവിടെ ഒളിക്കണം? ചേച്ചി വാലുറക്കാൻ തുറക്കാൻ വാതിലുറക്കാനല്ലേ പറഞ്ഞത്? തുറക്കാൻ. ഇതിപ്പോ എവിടെ ഒളിക്കും? ഇതിനുള്ളിലിരിക്കെ അവിടെ എങ്ങനെ കയറുന്നത്? ചേച്ചി വാലുറക്കാൻ തുറക്കാൻ. അജേട്ടാ ഒന്നുകൂടി ഇരുന്നേ. ഞാൻ ഇപ്പൊ വരാം. ഒന്ന് മനസ്സിലാക്ക്. ഇപ്പൊ കഥക തുറന്നില്ലെങ്കിൽ പ്രശ്നമാവും. അയ്യോ ഒന്ന് മിണ്ടാതിരിക്കുക അജയേട്ടാ പ്ലീസ്. ഇപ്പൊ തുറന്നില്ലെങ്കിൽ അവർ ചവിട്ടി പൊളിക്കും. എന്റെ ദൈവമേ. അജേട്ടാ ഒച്ച ഉണ്ടാക്കല്ലേ. ഞാൻ ഇപ്പൊ വരാം. അജേട്ടാ ഇതിന്റെ ഇടയിലേക്ക് ഒളിച്ചോ പ്ലീസ്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ചേച്ചി വാലുറക്കാൻ. തുറക്കാൻ. ചവിട്ടി പൊളിക്കണം. എന്താ എന്താ എല്ലാവരും കൂടി? എന്താന്നറിയില്ലല്ലേ? നിങ്ങൾ അകത്തേറ്റ് ഒളിപ്പിച്ചവനെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഞാൻ ആരെ ഒളിപ്പിച്ചിട്ടില്ല. ചുമ്മാ നുണ പറയല്ലേ. ഞങ്ങൾ കണ്ടല്ലേ ഒരു തടിയൻ ഇങ്ങോട്ട് കയറി വരുന്നത്. ഇത് സ്ഥിരം പരിപാടിയാ. ഇതിനു മുമ്പും ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ട്. നിങ്ങക്ക് ചുമ്മാ തോന്നിയതാ. ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാ മതിയോ? വരണ്ട, കയറി നോക്കാം. മാറണം. നീ ഇങ്ങോട്ട് നില്ല. ഇവിടെ ഒരുത്തരം കാണുന്നില്ലല്ലേ? വാടാ, കാരണം നമുക്ക് പൊക്കാം. ഇവിടെ ആരുമില്ല. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ആര് രക്ഷപ്പെട്ടു? അതിനിവിടെ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ചുമ്മാ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമൊന്നും അല്ല, ഞങ്ങൾ കണ്ടതാ. കണ്ട് നിന്റെയൊക്കെ വീട്ടിലായിരിക്കും. പോയി അവിടെ അന്വേഷിക്കടാ. നിങ്ങൾ കൂടുതൽ പിടിക്കാവല്ലേ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ഇന്നവൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അധികം സന്തോഷിക്കൊന്നും വേണ്ട. ഒരു ദിവസം അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടും. വാടാ, വാടാ. അയ്യോ, ദേ ഒരുത്തൻ ഓടി വരണേ. ഓടി വായോ. അവിടെ നിൽക്കടി. ഓടി വായോ, ഓടി വായോ. ഇറങ്ങി വാടാ. ആഹാ, ഇതിന്റെ അടിയിലുണ്ടായിരുന്നോ? ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ. അജേട്ടാ ഞങ്ങളൊരു ഉമ്മ കൊടുക്കാം. ഞങ്ങളുടെ വീട്ടിലാണ് അവിഹിതം നടക്കുന്നത്. കാണിച്ച നീ എന്തിയോടി മിണ്ടിപ്പോഴത്
അയ്യോ അജയേട്ടാ, അജയേട്ടാ, വിടൂ. എന്നാലും എന്റെ ചേച്ചി, ഞങ്ങൾ ഇവിടെയൊക്കെ ഉള്ളപ്പോ ഈ വരുത്തം വേണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങി പോടോ. എന്റെ പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് എല്ലാരും കൂടി അകത്ത് കയറി അടയിരിക്കുകയാണല്ലേ. ചുണയിട്ടേക്ക് ഇറങ്ങി വാടാ. സുഗുണന് നിങ്ങളോട് 4 വർത്താനം പറയണം. നീ ഇതെങ്ങോട്ടാ മോനെ? എടാ അമ്മ മോനെ സുനീഷേ. അമ്മ മാറി നിന്നിട്ട്. വേണ്ട സുനീഷേ. അമ്മ നിങ്ങൾ ആരും പുറത്തു വരണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. വിടമ്മ. എടാ വേണ്ടെന്ന്. വിടാ. എടാ പറഞ്ഞ കേക്കണം മോനെ. എടാ സുനീഷേ, എടാ. എടാ പേടിച്ചൂറി, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആഹാ നിന്നോട് 2 ദോ, ഞാൻ കണ്ടോളാം. വേണ്ടടാ. വേണ്ട. ശ്ശോ. ആഹാ എല്ലാരും ഉണ്ടായിരുന്നല്ലോ. എന്റെ കുടുംബക്കാരെയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് കാണട്ടെ. ദേ സുഗുണ, ഇവിടെ കിടന്ന് വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ഓ വീടേ. പാതിരാത്രി നിന്റെ വീട്ടിൽ കയറിയതേ ഈ കൊച്ചിന്റെ ആങ്ങളെന്നുള്ളത് നേരാ. പക്ഷേ ഇവൾക്കോ ഞങ്ങൾക്കോ അതിൽ യാതൊരു ബന്ധവുമില്ല. ഓ പിന്നെ നീ വേണമെങ്കിൽ നിന്റെ പെങ്ങളോട് പോയി ചോക്കടാ. അവളാണല്ലോ അവന് വേണ്ടി കഥക് തുറന്നിട്ട് കൊടുത്തത്. ദേഹമലാക്ഷി ഒരുമാതിരി ചെറ്റ വർത്താൻ എന്നോട് പറയരുത്. നിങ്ങൾ അറിയാതെ എങ്ങനെയാ അവൻ ഈ കോളനി കയറിയത്? നിങ്ങളുടെ ബലത്തിലല്ലേ അവൻ ഈ തോന്നിയാസം മുഴുവൻ ഇവിടെ കാട്ടിക്കൂട്ടിയത്? ദൈവദോഷം പറയല്ലേ അണ്ണാ, ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഒന്നും അറിഞ്ഞിട്ടില്ല. നാട്ടുകാരവിടെ പിടിച്ചേക്കുമ്പോഴാ അതാരാണ് ഞങ്ങൾ അറിയണേ. ചുമ്മാ വേഴറക്കല്ലേ സുനീഷേ. നീ അറിഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടാവുന്നുള്ള ഉറപ്പാ. കമലാക്ഷി അറിയാതെ നിന്റെ കുഞ്ഞളിയൻ സുഗുണന്റെ വീടിന്റെ ചെറ്റ പൊക്കത്തില്ല. അതെന്താ സുഗുണ, ഞാൻ ഈ കോളനി മുഴുവൻ കോണ്ടാക്ട് എടുത്തിരിക്കുകയാണോ? വരുന്നവരും പോകുന്നവരും എന്റെ അനുവാദം കൂടാതെ ഇവിടുത്തെ ചെറ്റ പൊക്കാൻ സംശയം എന്താ? അവൻ ഇവിടെ പിടിച്ചു വെച്ചിട്ടല്ലേ പാതിരാത്രി സൗകര്യം നോക്കി അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അല്ലെങ്കിൽ ഈ നേരത്ത് കോതാറ കോളനി കയറാൻ പുറത്ത് നിന്ന് ഒരുത്തിന് എങ്ങനെ ധൈര്യമല്ലോ? സുഗുണ നീ ഇപ്പൊ പോ. ഓ പിന്നെ എന്നിട്ട് നാളെ ബോധം വീഴുമ്പോ വാ. അപ്പൊ ഇതിനെ പറ്റി സംസാരിക്കാം. പറ്റില്ല, എനിക്ക് ഇപ്പൊ സംസാരിക്കണം. അണ്ണനിപ്പോ എന്തോ വേണ്ടേ? എനിക്ക് അവനെ വേണം. മാണിക്യമംഗലത്തെ അജയ ഘോഷിനെ, എന്റെ പെങ്ങളുടെ ജാരനെ. ഇപ്പൊ ഈ രാത്രി തന്നെ വേണം. വേണം, ഇപ്പൊ ഈ നിമിഷം എനിക്ക് അവനെ വേണം. എന്തിനാ? കൊല്ലാനാണോ? അല്ല, കെട്ടിക്കാൻ. അവനെ കൊണ്ട് എന്റെ പെങ്ങളെ കഴുത്തി താലി കെട്ടിക്കാൻ. അതിന് നീ ഇവിടെ കിടന്ന് ബഹളം കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ സുഗുണ? നീ നേരെ മാണിക്യമംഗലത്തേക്ക് ചെല്ല്. എന്നിട്ട് അവനെ വിളിച്ചിറക്കി കൊല്ലേ തിന്നേ നിന്റെ പെങ്ങളെ അവനെ കൊണ്ട് കെട്ടിക്ക. എന്താന്ന് വെച്ചാ ചെയ്. അതിന് ഞങ്ങൾ എന്താ വേണം? ഞങ്ങൾ എന്തോ വേണമെന്നോ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയത്തില്ല പോലും. അതെ, ഒപ്പിച്ചു വെച്ച് ഞങ്ങൾ തന്നെ. പക്ഷെ സുഗുണ, നിന്റെ പെങ്ങളുടെ വാതിലിന്റെ കുറ്റി അകത്താണോ പുറത്താണോ? പറയടാ. നിന്റെ പെങ്ങൾ പിഴയായി പോയതിന് ഞങ്ങളാണോ ഉത്തരവാദി? പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞ താൻ എന്തോ ചെയ്യടോ? അടിച്ചിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി. എന്നാ പിന്നെ ഒന്ന് കാണണല്ലോ. നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ എന്നെ അടിക്കടാ. വാടാ മോളെ അവിടുന്ന്. എന്നോട് മോളെ
പറഞ്ഞത്. എടാ ചെക്കൻ, നീ ഒന്ന് മിണ്ടാതിരിക്കടാ. ഇവിടെ വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വന്നേ. എടാ വാടാ, കാണാടാ. ഇതിനടുത്ത് പുറത്ത് കടത്തിട്ട് കഥ കടച്ചേക്കണം മോനെ. ബോധം വരുമ്പോ എഴുന്നേറ്റ് പൊക്കോളും. നീ വാ കൊച്ചേ, വരാൻ. അജയേട്ടൻ ഇത് എവിടെയായിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചെന്നോ? ആ ചെട്ടിയാരെങ്കിലും വിടണ്ടേ? ഞാനൊന്ന് പോകണ്ട, അവിടെ തന്നെ കിടക്കണമെന്നും പറഞ്ഞാൽ കുറെ നിർബന്ധം. നാളെ വന്ന പോരായിരുന്നോ? എന്തിനാ ഈ രാത്രി ഡ്രൈവ് ചെയ്തത്? നീ ഇവിടെ ഉറങ്ങാതെ എന്നെ കാത്തിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. അയ്യോ, ഇതെന്തു പറ്റി? ചോര വരുന്നുണ്ടല്ലോ. ഒന്നുമില്ല, വരുന്ന വഴിക്ക് ഒരു പട്ടി കുറുകെ ചാടി. ബെൽറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ ബ്രേക്ക് ചവിട്ടിയപ്പോ മുഖം പെട്ടെന്നൊന്നും സ്റ്റിയറിംഗ് ചെറുതായിട്ടൊന്ന് തട്ടി, എത്രേ ഉള്ളൂ. ചെറുതായിട്ട് തട്ടിയതാണോ ഇതൊക്കെ? എന്റെ ഈശ്വര, കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. നീ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടലടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടൊന്ന് കുളിച്ചാ അതങ്ങ് മാറും. എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടാ, ഒരു ചെറിയ ആക്സിഡന്റ്. ബിശ്വേട്ടാ, എന്താ അമ്മ എഴുതി വെച്ചിട്ട് പോയ കത്ത. മക്കളെ, അമ്മ പോവുകയെ. മാണിക്യമംഗലത്ത് ഇപ്പോഴത്തെ മാറ്റങ്ങൾ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാശി എന്നെ വീണ്ടും മാടി വിളിക്കുക. ഇനിയൊരു മടങ്ങി വരവ് ഉണ്ടാവുമെന്ന് അറിയില്ല. ആ മണ്ണിൽ അരിഞ്ഞു തരാനാണ് എൻ്റെ മോഹം. നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് യാത്ര പറയാൻ നിൽക്കുന്നില്ല. മാണിക്യമംഗലത്തെ നല്ലതും ചീത്തയുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. പക്ഷെ അറിയാത്തതായിട്ട് ഒരു വലിയ രഹസ്യമുണ്ട്. എനിക്കും വിശ്വനാഥനും മാത്രം അറിയാവുന്ന രഹസ്യം. അവസരം വരുമ്പോൾ അവനത് പറയും. എല്ലാവർക്കും നല്ലത് വരട്ടെ. അമ്മ പോയിക്കോട്ടെ. ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയാ. സ്വന്തം പെട്ടമ്മയ്ക്ക് പോലും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. നമ്മുടെ മക്കൾക്ക് വേണ്ടി. വിശ്വേട്ടാ, കരയരുത്. കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞാൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും നീ വിശ്വേട്ടാ, വിശ്വേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ച വിശ്വേട്ടൻ ദേഷ്യപ്പെടോ? ചോദിക്കേ. അമ്മ ഈ കത്തി പറയുന്ന രഹസ്യം എന്താ?
എന്ത് രഹസ്യം? വിശ്വേട്ടനും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഏതോ ഒരു രഹസ്യം. സമയാവുമ്പോ വിശ്വേട്ടൻ എല്ലാവരോടും പറയൂന്ന് അമ്മ പറഞ്ഞ രഹസ്യം. എന്താ എന്താ ഒന്നും പറയാത്തെ? സമയമായിട്ടില്ല, അത് തന്നെ കാര്യം. എടുത്തി വിശ്വട്ട് എത്തി എടുത്തി എത്തി, മുകളിലുണ്ട്. ചന്ദ്ര, ആ ഭക്ഷണം എടുക്കട്ടെ? ഇപ്പൊ വേണ്ട എടുത്തി. ഏട്ടാ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നു? നീ എവിടെ പോയതാ? നന്ദിതയുടെ വീട്ടില്. അവള് എന്നെ ഫോൺ ചെയ്ത് വിളിപ്പിച്ചതാ. നന്നായി, വളരെ നന്നായി. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങള് അതിന്റെ റൂട്ടിൽ തന്നെ അടുപ്പിച്ചോണ്ടിരിക്കുകയാണല്ലേ? നന്ദിത നിന്നെ വിശ്വസിച്ചു തുടങ്ങിയോടാ. അവനെന്തേ അജയൻ? അവനോടുണ്ടോ? അറിയില്ല ഏട്ടാ, ഞാൻ നേരെ ഇങ്ങോട്ട് വന്നേ. നിന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നീ അവളോട് കാണിക്കുന്ന അഭിനയമാണെങ്കിലും അതിനകത്ത് ഒരു അല്പം ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് അവളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കും. പക്ഷെ അജയന്റെ കാര്യം അങ്ങനെയല്ല. അവൻ എങ്ങനെയൊക്കെ അഭിനയിച്ച് കാണിച്ചാലും മൈഥിലിക്ക് അത് ബോധ്യപ്പെടും. മൈഥിലിക്കെന്നല്ല, ഏത് പെണ്ണിനും അത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്താ? ഒരല്പം ഓവറാ. ഒന്നാമതേ അവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം. പിന്നെ ചില്ലറയൊന്നുമല്ലല്ലോ അവളെ അവൻ ദ്രോഹിച്ചിട്ടുള്ളത്. പക്ഷേ നിന്റെ കാര്യം അങ്ങനല്ല. നീ പറഞ്ഞ നന്ദിത വിശ്വസിക്കും. ഞാൻ അവരോട് സംസാരിച്ചോളാം. എന്തോന്ന്? നീ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവിടെ കെട്ടിയാ മതി. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കണിച്ചോരില്ല സംസാരിക്കല്ലേ. എന്റെ ഏട്ടനെങ്ങാനെന്ന് അറിഞ്ഞാൽ എന്നെയും കൊല്ലും, അവളെയും കൊല്ലും, നിങ്ങളെയും കൊല്ലും. നിന്റെ ചേട്ടനോട് ചോദിച്ചിട്ടാണാടാ നീ ഈ പരിപാടിക്ക് ഇറങ്ങിയത്? പിന്നെന്തിനാടാ നിന്റെ ചേട്ടനെ ഇതിനിടയ്ക്ക് പിടിച്ചിരുന്നത്? ഇവിടെ ചേട്ടനും അനിയനൊന്നും വേണ്ട, നീ കെട്ടിയാ മതി. അത് നടക്കുകയല്ല, ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഏട്ടനാരെ നിങ്ങൾക്ക് അറിയോ? ആരായാലും എനിക്കെന്നടാ? എനിക്ക് എന്താണെന്നോ? ചേട്ടാ, അറിഞ്ഞുകൊണ്ട് പോയി ദുരന്തോ എക്സ്പ്രസിന് തല വെച്ച് കൊടുക്കല്ലേ. എന്റെ ഏട്ടന്റെ പേര് കേട്ടാ നിങ്ങൾ ഞെട്ടും. വിശ്വനാഥൻ, മാണിക്യമംഗലത്ത് വിശ്വനാഥൻ. അതെന്താ ഞെട്ടാത്തെ? സൗകര്യമില്ല. വിശ്വനാഥനല്ല, സാക്ഷാൽ വിശ്വകർമാവിന്റെ അനുജനെന്ന് പറഞ്ഞാലും ഈ സുഗുണം ഞെട്ടില്ല. കാരണം നഷ്ടപ്പെടാനുള്ളത് എനിക്കല്ല, നിനക്കാ. നിനക്ക് മാത്രം. ശരി, നമുക്കൊരു ധാരണയിലെത്താം. എത്താം. തൽക്കാലം നിന്നെ ഞാൻ വെറുതെ വിടാം. തൽക്കാലത്തേക്കൊന്നും പോരാ, പെർമനന്റ് ആയിട്ട് വെറുതെ വിടണം. അപ്പൊ റേറ്റ് കൂടും. എന്ത് കൂടുമെന്ന്? റേറ്റ് കൂടുമെന്ന്. വിലപേശലുകളില്ല. സമ്മതമാണെങ്കിൽ ഇപ്പൊ ഈ നിമിഷം നിനക്ക് ഇവിടുന്ന് പോവാ. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അധികമൊന്നും വേണ്ട.
ഒരു 5 ലക്ഷം രൂപ 5 ലക്ഷം? തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഞാൻ നേരെ മാണിക്യമംഗലത്തേക്ക് വരാം. അയ്യോ വേണ്ട 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 വേണ്ട. കാശ് ഞാൻ തരാം. എപ്പോ? ഒരു 6 മാസത്തിനകം. പറ്റില്ല. 2 മാസം. 2 മാസത്തിനകം കാശ് എനിക്ക് കിട്ടിയിരിക്കണം. മാക്സിമം നോക്കാം. നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കും നിന്നെ പൊളിച്ചെടുക്കാൻ. ഇപ്പൊ നിന്നെ ഇവിടുന്ന് വെറുതെ വിട്ടതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. നോക്ക്, എന്റെ കയ്യിൽ നല്ല 1-ാം തരം തെളിവുണ്ട്. അയ്യോ മാറ്റി തരാം. കാശ് ഞാൻ തരാം. പക്ഷെ അതുവരെ ഈ രഹസ്യം നമ്മളല്ലാതെ 3-ാമതൊരാളാ. കള്ളനാണെങ്കിലും താമസം കോളനിയിലാണെങ്കിലും തല പോയാലും സുഗുണം വാക്ക് മാറ്റില്ല. പക്ഷെ നീ വാക്കു മാറ്റിയ ഇല്ല മാറ്റില്ല. മാറ്റായിരുന്നാ നിനക്ക് കൊള്ളാം. എന്നാ പൊക്കോ. താങ്ക് യു ഏട്ടാ. ഓടാ. ജീവിക്കാൻ മാർഗമില്ലായിരിക്കുമ്പോ ദൈവം കൊണ്ട് തരുന്ന ഓരോ മലങ്കോളുകളെ. എന്റെ മലനടത്തേവരെ, യു ആർ സോ ഗ്രേറ്റ്. ചായ. അവിടെ ചെയ്. കവരേ, നിനക്ക് എന്നോട് ഇപ്പോഴും പിണക്കമുണ്ടോ? എന്തിന്? പറയാൻ പാടില്ലാത്ത പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ കവരി, അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. എന്നെ തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകി. എന്നെ മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവരെയും. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ഇപ്പോഴെങ്കിലും ഒന്ന് പറയണ്ടേ? അഹങ്കരിച്ചു ഒരുപാട്. ഞാൻ വിശ്വം വെട്ടിപ്പിടിച്ചവരെന്ന് സ്വയം പ്രഖ്യാപിച്ചു. ഹരിതായ്മകളുടെ കൂമ്പാരമായിരുന്നു ഇന്നലെ വരെ എന്റെ ജീവിതം. തിരുത്തണം. ഇനിയെങ്കിലും എനിക്ക് തിരുത്തണമൊക്കെ. ചെയ്തുപോയ തെറ്റുകൾ ഓർത്ത് എനിക്കിപ്പോ എന്നോട് തന്നെ പുച്ഛം തോന്നുക. നിന്നെ ഓർത്ത്, നമ്മുടെ മക്കളെ ഓർത്ത്. എന്തൊക്കെ ക്രൂരതകളാണ് ഞാൻ കാണിച്ചേ. ചെയ്തു കൂട്ടി എന്നൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് ഇനിയെങ്കിലും ഒരിക്കലും നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം. വാവിട്ട വാക്കും ആവനാടി വിട്ട അമ്പും ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ശ്രമം, വെറുതെ ഒരു ശ്രമം. നിനക്കറിയോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു പ്രൊഫസറുടെ പ്രസംഗം കേട്ടു. അയാൾ പറയാ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ. അദ്ദേഹം ലോകം മുഴുവൻ യുദ്ധം ചെയ്ത് കീഴടക്കി. ഒടുക്കം 32-ാമത്തെ വയസ്സിൽ കുഴഞ്ഞ വീണ് ചാകുന്നതിന് മുമ്പ് ഒരു കത്ത് എഴുതി വെച്ചു. എന്റെ ശവപ്പെട്ടിയുടെ ഇരുവശവും ഓരോ ദ്വാരം ഇടണമെന്ന്. എന്നിട്ട് എന്റെ 2 കൈകളും അതിലൂടെ പുറത്തേക്ക് നീട്ടി വെക്കണമെന്ന്. എന്തിനാണെന്നറിയോ? ലോകം മുഴുവൻ കീഴടക്കിയ ഞാൻ ഒടുക്കം ഭൂമി വിട്ടു പോകുന്നത് ശൂന്യമായ കൈകളോടെയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ. അത് കേട്ടപ്പോ ഞാനാകെ തളർന്നുപോയി. ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു. 32-ാമത്തെ വയസ്സിൽ ആ മനുഷ്യനുണ്ടായ തിരിച്ചറിവും ബോധവും എനിക്കെന്താ ഈ പ്രായത്തിലെങ്കിലും തോന്നാത്തതെന്ന് ആലോചിച്ചപ്പോ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നി. മാണിക്യമംഗലത്തെ വിശ്വനാഥൻ ഇനി മാറ്റത്തിന്റെ പാതയിലാക്കാവരി. പറയടാ, നിന്റെ മനമാറ്റത്തിന്റെ കാര്യം എന്തുവാ? മനമാറ്റമൊന്നുമല്ല, ഇത് മനസാക്ഷിയുടെ പ്രശ്നമാണ്.
അവരുടെ അവസ്ഥ വളരെ ദയനീയേട്ടാ. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റൂടാ? ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണി പാവങ്ങളാ. സർക്കാരിന്റെ കണക്കനുസരിച്ച് തന്നെ ഇന്ത്യയിൽ 32% ജനങ്ങള് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാ. അവരെ എല്ലാരും കൂടെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റൂ? സർക്കാരിന്റെ കണക്കല്ല ഞാൻ പറഞ്ഞത്. എന്റെ ഭാര്യയുടെയും അവളുടെ അമ്മയുടെയും അവസ്ഥയാ. അവരും ഈ കണക്കിൽ പെടുന്നവരാ. അല്ലെങ്കിൽ പിന്നെ കൊള്ള പലിശയ്ക്ക് കണ്ട ബ്ലേഡുകാരന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിക്കേണ്ട ഗതികേട് അവർക്ക് വരുമായിരുന്നോ? ഏട്ടാ, ഈ കാര്യം പറഞ്ഞ് നീ എന്റെ സമയം കളയണ്ട. 10 ലക്ഷം പോയിട്ട് 5 നയാ പൈസ ഞാൻ തിരിച്ചെടുത്തില്ല. ഇനി ഇതിന്റെ പേരിൽ അവർക്ക് എന്ത് സംഭവിച്ചിരുന്നാലും എനിക്കൊന്നുമില്ല. നിന്റെ അച്ഛ വീട്ടുകാരടുത്ത് നിനക്ക് അത്രയ്ക്ക് സഹതാപമാണെങ്കിലേ നീ അവിടെ പോയി പുറത്തോടാ. എന്നിട്ട് നീ അധ്വാനിച്ച് ആ കടം വിട്ടാൻ നോക്കൂ. അതല്ലേടാ സാമാന്യ മര്യാദ. വിശ്വേട്ടാ, എന്റെ തീരുമാനമാ. തൽക്കാലം പുറത്തുനിന്നുള്ള ഉപദേശം ഞാൻ എടുക്കുന്നില്ല. കണ്ട കള്ളികൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുക. ചന്ദ്ര, നീ ഇതെങ്ങോട്ടാ? ഞാൻ പോവാ ഏട്ടത്തി. വളർത്തുപട്ടിയുടെ വില പോലും ഇല്ലാത്തടുത്ത് ഞാൻ എന്തിനാ നിൽക്കുന്നേ? ഏട്ടൻ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ? ഏട്ടന്റെ സ്വഭാവം ചന്ദ്രേട്ടൻ അറിയാവുന്നതല്ലേ? ഒരു അരമണിക്കൂർ കഴിയട്ടെ, വിശ്വേട്ടൻ പഴയ വിശ്വേട്ടനാവും. അതൊക്കെ പണ്ട്. അങ്ങനെ ഒരു ഔദാര്യം ആരും വിശ്വേട്ടന് പ്രതീക്ഷിക്കണ്ട. വിശ്വേട്ടൻ ഒരുപാട് മാറി, അതെല്ലാ അർത്ഥത്തിലും. അല്ലെന്നതേ കാവലെടുത്ത് പറയട്ടെ. എന്നാലും അജയേട്ടൻ കാണിച്ചത് തീരെ ശരിയായില്ല. ഞാൻ എന്ത് കാണിച്ചു നീ പറയുന്നേ? ആ അവസ്ഥയിൽ എന്തിനാ ചന്ദ്രേട്ടനെ തള്ളി പറഞ്ഞത്? പിന്നെ ഞാൻ എന്താ വേണ്ടേ? വിശ്വേട്ടനെ എതിർത്തിട്ട് അങ്ങനെ നമ്മളെ കൂടി ഇറക്കി വിടണം. ഇതിലും ഭേദം അതായിരുന്നു. നിന്ന നിൽപ്പിൽ നമ്മൾ എങ്ങോട്ട് പോകും മോളെ? എങ്ങോട്ടെങ്കിലും പോണം. ഇതിലും അന്തസ്സാദാ. എന്തിനാ തിരുവായ്ക്ക് എതിർവായില്ലാതെ ഇവിടെ നമ്മളിങ്ങനെ കടിച്ചു തൂങ്ങി ജീവിക്കുന്നത്? പൊന്നു മോളെ, നീ ചുമ്മാ പൊട്ടത്തരം പറയാതെടി. 1ഉം 2ഉം അല്ല, 1500 കോടി കളഞ്ഞിട്ട് ചുമ്മാ ഒരു വാശിപ്പുറത്തിറങ്ങി പോവാനൊന്നും അജയനെ കിട്ടുകയല്ല. എത്ര കോടി ഇട്ടിട്ട് എന്താ അജയുടെ കാര്യം? മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഈ കോടികളുണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനം ഉണ്ടോന്ന് അത് കയ്യെ കെട്ടിട്ട് തീരുമാനിച്ച പോരെ? എന്നാ അത് കിട്ടിയിട്ട് തീരുമാനം എടുത്തത് തന്നെ. ഈ ജന്മം വിശ്വേട്ടൻ അത് നിങ്ങളെ കാണിക്കാനും പോകുന്നില്ല. അതൊക്കെ നിനക്ക് ചുമ്മാ തോന്നുന്നതാ. എടി, വിശ്വേട്ടനി കാണിക്കുന്ന അംഗവും പോരും ഒക്കെ ഉള്ളൂ. കൂടെ പിറപ്പുകൾ എന്ന് പറഞ്ഞാ അങ്ങേർക്ക് ജീവനാ. ഇത്രയൊക്കെ കണ്ടിട്ടും അജയേട്ടൻ ഇത് തന്നെ പറയണം? പറയും മോളെ, ഇത്രയും കാലത്തെ ഏട്ടന്റെ അനുഭവം അതാ. അവനവന് വരുമ്പോ പഠിച്ചോളൂ. ഇന്ന് ചന്ദ്രേട്ടനെ ഈ ഗതിയെങ്കിൽ നാളെ അത് അജയേട്ടനാവും. ഒരിക്കലുമില്ല. ചന്ദ്രേട്ടനെ പോലെ അല്ല ഞാൻ കണ്ടറിഞ്ഞേ കളിക്കുള്ളൂ. എന്നുവെച്ചാ ചന്ദ്രേട്ടൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് അജയേട്ടന് സന്തോഷമുണ്ടല്ലേ? എടി മോളെ, നീ സ്വത്ത് വീതം വയ്ക്കുമ്പോ ഒരാൾ കുറഞ്ഞു കിട്ടിയാ അത്രയും ലാഭമാവുമല്ലോ. എടി നിർത്തിക്കേ, നീ ചുമ്മാ എഴുതാപ്പുറം വായിക്കല്ലേ മോളെ. പിന്നെ അജയേട്ടൻ ഈ കാണിച്ചതിന്റെ അർത്ഥം എന്താ? ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടവനാ ചന്ദ്രേട്ടൻ. ഈ മാനസികാവസ്ഥയില് അയാൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ആർക്കറിയാം? നിർത്തിക്കേ, നീ ചുമ്മാ അതൊന്നും പറഞ്ഞ ആളെ പേടിപ്പിക്കല്ലേ മോളെ. പേടിക്കേണ്ട കാര്യങ്ങൾ പേടിക്കുക തന്നെ വേണം. നന്ദിതേച്ചിയുടെ വീട്ടിലെ അവസ്ഥ ചന്ദ്രേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചന്ദ്രേട്ടൻ അങ്ങോട്ട് പോകുന്ന അജയേട്ടന് തോന്നുന്നുണ്ടോ? അഥവാ അങ്ങോട്ട് ചെന്നാ നന്ദിതേച്ചി സ്വീകരിക്കുന്നു തോന്നുന്നുണ്ടോ? അവിടെ ഇവിടെ ഇല്ലാതെ വരുമ്പോ ഒരു മനുഷ്യൻ വേറെ എന്ത് ചെയ്യും? ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല മോളെ. ആലോചിക്കണം. ആലോചിച്ചേ പറ്റൂ. അജയേട്ടൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ കൂടപ്പുറപ്പുകളുടെ സ്നേഹത്തെക്കുറിച്ച്? ആ പറഞ്ഞത് സത്യമാണെങ്കിൽ ചന്ദ്രേട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം.
വഴിയുണ്ട്. എന്താ അത്? മോള് നന്ദിതയെടുത്ത് വിളിച്ചൊന്ന് സംസാരിക്കണം. അവർക്ക് വേണ്ടി ചന്ദ്രേട്ടൻ അനുഭവിച്ച ത്യാഗങ്ങളും അവരറിയണം. പണം ചോദിച്ചതിന്റെ പേരില് വിശ്വട്ടൻ ചന്ദ്രേട്ടനെ ഇറക്കി വിട്ട കാര്യം നീ പറയണ ഇടത്തി വിളിച്ച്. സ്വന്തം ഭർത്താവ് തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോ ഏത് ഭാര്യയുടെ മനസ്സാ മാറാത്തെ? ചന്ദ്രേട്ടൻ പാവ. ആ മനുഷ്യന് നന്ദിയെടുത്തുള്ള സ്നേഹം അത് മോള് പറിച്ച് മനസ്സിലാക്കി കൊടുക്കണം.